ഹലോ വെൽക്കം ടു ടിൽജാസ് വേൾഡ്. അങ്ങനെ ഇതേ ഞങ്ങളുടെ ഹോളിഡേയ്സൊക്കെ തീരാറായി കേട്ടോ. ഇന്നിപ്പോൾ ഏതാണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഞങ്ങൾ കീർത്തി റെസ്റ്റോറൻറ്റിൽ നിന്നാണ്, കരാമയെന്ന്. അവിടെ നമ്മൾ ഓർഡർ ചെയ്തത് നെയ് റോസ്റ്റും സാദാ ദോശയും പിന്നെ പൂരിയുമായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കരാമയിലേക്കൂടെ ഒരു നടത്താൻ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനായ ഡേ ടു ഡേ പോയി. കരാമയിലെ ഏറ്റവും വലിയ 4 നിലയുള്ള ഡേ ടു ഡേയിലാണ് പോയത്. അവിടെ എല്ലാം കിട്ടും. ഇതിൻ്റെ അകത്ത് കയറിയുണ്ടല്ലോ നമ്മുടെ സമയം പോകുന്നതും നമുക്കറിയില്ല. ആന കരിമീൻകാട്ടി കയറിയ ഒരു ഫീലിംഗ് ആയിരിക്കും. സാറാമ്മൻ്റെ ഫ്രണ്ട്സിനും അവരുടെ അനിയത്തിമാർക്കൊക്കെ സാധനം മേടിക്കുന്ന കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഈ ഡേ ടു ഡേയിൽ എല്ലാം കിട്ടും. എനിക്കതിന് മനുഷ്യരെ ഒഴികെ എല്ലാം കിട്ടും. അങ്ങനെ ഡേ ടു ഡേയിൽ ഒരു 3.5 hours സ്പെൻഡ് ചെയ്ത് 4 കൂടി സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ജെൻസിൻ്റെ മനസ്സിലെ മുഖത്തെ മാനദണ്ഡം കണ്ടോ. അതിനുശേഷം ഞങ്ങൾ സാറാമ്മൂന് ഒരു ചെറിയ മേക്ക് ഓവർ ചെയ്യാനായിട്ടാണ് പോയത്. അവളുടെ തലമുടി വെട്ടണമായിരുന്നു. തലമുടിയൊക്കെ നീണ്ടു. അപ്പോൾ വിൻസ് ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോയി. വിൻസ് ചേച്ചിയാണ് അവളുടെ തലമുടി വെട്ടിയത്. അപ്പോൾ അവൾക്കും തലമുടി മാനേജ് ചെയ്യാനായിട്ട് കെട്ടണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഏതാണെങ്കിലും വെട്ടിക്കാൻ കൊണ്ടുപോയി. അവൾ ഹാപ്പി ആയിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര സന്തോഷമായി. തലമുടിയൊക്കെ വെട്ടി സ്വന്തമായിട്ടൊന്ന് നോക്കുന്നു. അത് കഴിഞ്ഞ് ചേച്ചി അതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അവളത് എൻജോയ് ചെയ്യുന്നുണ്ട്. ചിലത് ബോത്ത് എക്സ്പ്രഷനൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ഫൈനൽ ലുക്ക് ഇതാ കണ്ടോളൂ, എൻ്റെ കുട്ടി മോഡൽ. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കഞ്ഞിക്കടയിലോട്ടാട്ടോ. കഞ്ഞിക്കടയിൽ ചെന്നാൽ ആദ്യം തന്നെ ഒരു ചായ. അത് കഴിഞ്ഞ് കഞ്ഞി മേടിച്ച് കുടിച്ചു. അതിൻ്റെ അകത്ത് ജെൻസ് മേടിച്ചത് കാന്താരി കഞ്ഞിയാണ്. അത് ഏകദേശം നാട്ടിലൊരു പാൽക്കഞ്ഞി പോലെ ഇരിക്കും. ഞാൻ മേടിച്ചത് തൈര് കഞ്ഞിയാണ്, പഴങ്കഞ്ഞിയുടെ ടേസ്റ്റുമായിട്ട്. പിന്നെ ഈ ദിവസം നല്ല അടിപൊളി ബിരിയാണി, ബിബിനൊരു ഊണ് പിന്നെ ഒരു മീനൊക്കെ മേടിച്ചിരുന്നുണ്ട്. നല്ല ടേസ്റ്റായിരുന്നു. ഇവൾ തേൻമിഠായും കഴിച്ചുകൊണ്ട് പോവുക. അടുത്ത എൻ്റെ ഊഴാണ്. ഞാനും ഒരു ഹോട്ട് ഓയിൽ ഹെയർ മസാജൊക്കെ ചെയ്ത് തലമുടിയൊക്കെ സെറ്റാക്കി ഹോട്ടലിൽ ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, മക്കൾ 2 പേരും പൂളിൽ കിടക്കുന്നു. അവർ അവിടെ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ ഞാനും അവിടെ അവരുടെ കൂട്ടത്തിൽ ഇരുന്നു. നല്ല ഒരു സൺസെറ്റ് കാണാമെന്ന് കരുതി. കാരണം ആ സൺസെറ്റിൻ്റെ വെട്ടം നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ നോക്കിയാൽ കാണാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞ വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് നല്ല വ്യൂ ആണ്. അപ്പോൾ ഈ കാണുന്ന സൺസെറ്റ് ഞങ്ങളിങ്ങനെ ആസ്വദിച്ചോട്ട് നല്ല ഭംഗിയായിരുന്നു. ദുബായ് എന്താ പറയുക, സന്ധ്യാനേരത്തിലേക്ക് പോകുന്നത്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ കുളിച്ചെല്ലാം റെഡിയായി. അടുത്തത് ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോയത് എൻ്റെ കസിൻസിനെയാണ്. അവർ നാട്ടിലായിരുന്നു. അവരപ്പോൾ ഇന്നലെയാണ് വന്നത് നാട്ടിൽ നിന്ന്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഞങ്ങളൊരു ലെബനീസ് റെസ്റ്റോറൻറ്റിലായിട്ടാണ് പോയത്. ലെബനീസ് ക്വിസിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൽബിൻ ചേട്ടനാണ് എല്ലാം ഓർഡർ ചെയ്തത്. പിന്നെ കൊക്കോ ഉള്ളതുകൊണ്ട്, കൊക്കോ അവരുടെ പട്ടിയാട്ടോ, കൊക്കോ ഉള്ളതുകൊണ്ട് നമുക്ക് പുറത്തിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലേ പോകാനും പറ്റത്തുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നല്ലതായിരുന്നു. ചില ഡിഷസൊക്കെ അടിപൊളിയായിരുന്നു, ചിലത് അത്ര അങ്ങോട്ട് എനിക്കിഷ്ടമായില്ല. ബട്ട് ട്രൈ ചെയ്തു, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സാറേ ഈത്തനും കൊക്കോയുടെ പുറകെ നിന്ന് മാറുന്നേ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു പട്ടിയെ മേടിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളമാണ് 2 പേർക്കും. അവർ പക്ഷേ ആ ടൈം എൻജോയ് ചെയ്തു. കൊക്കോയുടെ കൂട്ടത്തിൽ കൊക്കോവിനെ പിടിക്കാനുള്ള വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു. അതിനുശേഷം ഞങ്ങൾ തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായ, 1 2 ചായയൊക്കെ കഴിച്ച് അവിടെ കുറേ സൊറ പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും പിന്നെ രാത്രി 12 മണിയായപ്പോഴേക്കും പോയി കിടന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ അമർത്താനും മറക്കണ്ട, ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.